ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ ഇറങ്ങി നമ്മുടെ കോവലയിലെ കോവയ്ക്കയൊക്കെ പറിക്കുക കേട്ടോ. കുറച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട്. വള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീശി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലുണ്ടാകുന്നതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക, വെറുതെ പഴുപ്പിച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ കോവയ്ക്കയൊക്കെ പറിച്ച് രാവിലെ എൻ്റെ തന്നെയാണ്. ഞാൻ അടുക്കളയിലാണ്. അപ്പം ഇന്ന് പഠിത്തമില്ല, ട്യൂഷനേ ഉള്ളൂ കണ്ണന്. അപ്പം കണ്ണൻ രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു 7:30 കഴിഞ്ഞ് 8:30 തോന്നുന്നു കണ്ണൻ ട്യൂഷൻ. ആ സമയമാകുമ്പോഴത്തേക്ക് പോയാൽ മതി. അപ്പം അതനുസരിച്ച് പിന്നെ കാപ്പി ഉണ്ടാക്കാനായിട്ട് എനിക്ക് കയറിയാൽ മതിയല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വെളിയിൽ ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് രാവിലെ ഇങ്ങനെ ഒരു അഭിപ്രായം പറച്ചിലൊക്കെ ഉള്ള കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഓരോന്നിനെ പറ്റി ആ സമയത്താണ് എൻ്റെ തലയിൽ ഓരോന്നോരോന്ന് ഉദിക്കുന്നത്. എന്നാ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴാണ്. അപ്പം കണ്ണൻ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ണന് രാവിലെ ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സ്കൂൾ അവധിയാണ്, പക്ഷേ ട്യൂഷനുണ്ട്. രാവിലെ കണ്ണൻ ട്യൂഷന് പോകാനൊക്കെ റെഡിയാകുന്നു. 10 മണിയാകുമ്പോഴത്തേക്ക് വരും. അപ്പോഴത്തേക്ക് അവന് കനം കുറഞ്ഞ ദോശയും പഞ്ചസാരയും ഭയങ്കര ഇഷ്ടം. കനം കുറഞ്ഞ് മൊരിഞ്ഞ ദോശ. തീരെ കനം കുറഞ്ഞ ദോശ കേട്ടോ. നല്ലപോലെ മൊരിഞ്ഞ് പഞ്ചസാര കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. മുരിമുരാന്നിരിക്കുന്ന ദോശ. ഇനി കണ്ണിന് കഴിക്കാൻ കിട്ടുന്നുണ്ടോ? വലിയ ദോശയാണ്. രാത്രി ഇന്നലെ എനിക്കൊന്ന് 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കട്ട ചെറുതായതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര താമസമായിരുന്നു. പൊട്ടിച്ചെടുക്കുന്ന എല്ലാം ചെതറിപ്പോവായിരുന്നു. ഈ രാവിലെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കട്ടെ. അപ്പോൾ കണ്ണൻ പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ പതിയെ വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പം ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കണം, പിന്നെ ഇത് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നലെ ഇതിങ്ങനെ ഒരുവിധം ഒന്ന് ഒപ്പിച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ബലം കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഇടിഞ്ഞ് പോകുന്ന കൂട്ടായിരുന്നേ. ഒന്നാമത് ഈ മുറിപ്പീസ് വെച്ച് കെട്ടുന്നതുകൊണ്ട് തൊട്ട ഇളകും, അങ്ങനെയായിരുന്നു. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം നമുക്ക് നല്ലപോലെ തേച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് സിമെൻറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇത്രമാത്രം തികയുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഇനി എനിക്ക് സിമെൻറ്റ് മേടിച്ച് തരികയല്ലെന്ന് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. ഇനി ഇങ്ങനെ പണിയാനായിട്ട് നിനക്കൊരു പണിയില്ല, ഓരോന്ന് നീ പുതിയത് കണ്ടുപിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് പണിയൊന്നും കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ ഐഡിയ ഒന്നുമില്ല. ഇത് എനിക്ക് നേരത്തെ മുതലുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോഴാണ് സമയം ഒത്തത്. എന്നാന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ നിൽക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. നമുക്ക് ചെയ്യുന്നവർക്കറിയാം ഇതൊക്കെ തേച്ച് കട്ടയൊക്കെ സെറ്റാക്കുന്നത് എത്ര നേരം എടുക്കുന്നുണ്ട്. നമ്മൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരൊന്നും അല്ലല്ലോ. നമ്മളിത് വീട്ടിലേക്ക് വേണ്ടി അത്യാവശ്യം ഓരോന്നൊക്കെ ചെയ്യുന്നില്ലേ ഉള്ളൂ. അപ്പോൾ അത് അത്രയും സമയം എടുക്കും ഓരോന്ന് ചെയ്ത് സെറ്റാക്കിയൊക്കെ വന്ന്. പിന്നെ സഹായത്തിന് പറഞ്ഞിട്ട് ആരുമില്ല കേട്ടോ. കട്ട എടുക്കാനൊക്കെ കണ്ണനും അച്ചുമൊക്കെ കൂടിയെന്നേ ഉള്ളൂ. അല്ലാതെ ഇത് ഇവിടുന്നിട്ട് ഒന്ന് സെറ്റാക്കാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് തരികയോ ഒന്നും ചെയ്തില്ല. വൈകുന്നേരം ഇരുട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കട്ടയൊന്ന് മുറിച്ച് തരാമോ എന്ന് ചോദിച്ചു. അതുവരെ ഞാനായിരുന്നു മുറിച്ചെടുത്തുകൊണ്ടിരുന്നത്. അവൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. ഒറ്റയടി അത് തവിട് പൊടിയായിപ്പോയി. പിന്നെ എനിക്ക് ഇരട്ടി പണിയായി. പിന്നെ ചെറിയ പീസെല്ലാം കൂടെ വെച്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായ സമയം പോവുകയും ചെയ്യും, എല്ലാം ചെയ്യും. ഇത്രയും പണിയേ ഉള്ളൂ കാണുമ്പോഴത്തേക്ക്, പക്ഷെ അത് ചെയ്യാനെടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. കട്ടയകത്തുനിന്ന് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി അകത്ത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ പിന്നെ താഴെ ഒരുപാട് സിമെൻറ്റ് വീഴാതിരിക്കാൻ നോക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാണേലും അതെല്ലാം സെറ്റാക്കി അതെല്ലാം കഴിഞ്ഞ് കണ്ണനെ കൊണ്ട് വിട്ടേച്ച് ചേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ദോശയൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പം ചേട്ടന് കഴിക്കാനായിട്ട് ദോശയും ഓംലേറ്റ്. അപ്പോൾ കണ്ണൻ ഇനി വരുമ്പോഴത്തേക്ക് അവന് ഉണ്ടാക്കി കൊടുത്താൽ മതി. അവനൊരു 3 ദിവസം കഴിച്ചിട്ടാണ് പോയത്. 10:30 ആകുമ്പോഴത്തേക്ക് ട്യൂഷൻ കഴിയും. എനിക്ക് അന്നേരത്തേക്ക് കണ്ണൻ്റെ സ്കൂളിൽ ചെല്ലണേ. സ്കൂളിലല്ല, ട്യൂഷൻ സെൻറ്ററിൽ. ഇന്ന് പേരൻറ്റ്സ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമേ ഞാൻ തീരുമാനിച്ചാണ് ഇവൻ്റെ പേരൻറ്റ്സ് മീറ്റിങ്ങിന് പോകണമെന്നുള്ളത്. കാര്യം ഇവൻ എന്നോട് പറയും അമ്മേ വരല്ലേ എന്ന് പറയും. പക്ഷേ എന്നാണ് ഈ പ്രാവശ്യം ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചേ. കാര്യം ഓരോ പ്രാവശ്യം ഇവന് എന്നോട് പറയും അമ്മേ ഒരു കുഴപ്പമില്ല, വേണ്ട ഇവനും അവിടെ വലിയ മാർക്ക് കുറവോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാനും ചെന്നാലും അവരങ്ങനെ ഇവനെപ്പറ്റി ഒരു മോശമായിട്ടിരുത് ട്യൂഷൻ്റെ അവിടെ നിന്ന് ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് പോട്ടെ നിർത്തും. പക്ഷേ ഇവൻ വീട്ടിലിരുന്ന് പഠിക്കാതിരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് തോന്നി ട്യൂഷൻ്റെ അവിടെ പോകണമെന്ന് പറയണമെന്നുള്ളത്.
അപ്പം അതിന് വേണ്ടി ഞാൻ ഇന്ന് പോകണം തന്നെ തീരുമാനിച്ചു. ഞാൻ ഇന്ന് അവിടെ വന്ന് ഞാൻ പേപ്പർ മേടിച്ചോളാം എന്ന് പറഞ്ഞു. മിക്കപ്പോഴും ഇവർക്ക് എല്ലാ മാസവും ഉണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് പേരൻസിനെ വിളിക്കും. എല്ലാ മാസവും പേരൻസ് മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇന്ന് സാറുമാരെ എല്ലാം കാണാനും ഒക്കെ പറ്റും. അപ്പോൾ ഇവനും കൂടെ ഉള്ളപ്പോൾ കാണുന്നതാണ് നല്ലതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവനോട് എന്നോട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടേക്കുന്നത്. അപ്പം ചേട്ടന് കഴിക്കാനൊക്കെ കൊടുത്തേച്ച് പിന്നെ എനിക്കിനി കഴിക്കാനുള്ളതൊക്കെ എടുക്കുവാണ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ദോശ കനം കുറച്ച് ഇങ്ങനെ എടുത്തേച്ചുണ്ടല്ലോ, അവിടെ നിന്ന് ചൂട് ചമ്മന്തി ഒഴിച്ച്, ഈ ദോശക്കല്ലിൽ എടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇച്ചിരി ചൂട് ചമ്മന്തി ഒഴിച്ച് ഒരു ഓംലെറ്റും ഒക്കെ ഇട്ട് അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. വീട്ടിൽ വെച്ച് അമ്മ ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എന്നോട് പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് നീ ഉണ്ടാക്കിക്കോ എന്ന് പറയും. അങ്ങനെ ഞാൻ വീട്ടിൽ വെച്ച് കഴിക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുടുംബത്തായിരുന്ന സമയത്ത് എല്ലാവരും ഇവിടെയൊക്കെയല്ലേ, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ തന്നെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിക്കാൻ തുടങ്ങിയത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ സമയം അനുസരിച്ച്. ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവരുടെയും ആഗ്രഹങ്ങളും കാര്യങ്ങളും സമയങ്ങളൊക്കെ നോക്കിയാലല്ലേ നമ്മുടെ കാര്യങ്ങൾ വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ചിലപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടി ഒന്നിച്ചങ്ങ് ഉണ്ടാക്കി വെച്ചേച്ച് ഒന്നിച്ചിരുന്നങ്ങ് കഴിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചില സമയത്ത് നടക്കത്തില്ല. പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ ഓംലെറ്റുമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അത് പതിവാണല്ലോ നമ്മളുടെ ദോശ ഉണ്ടെങ്കിൽ, മുട്ടയുണ്ടെങ്കിൽ കേട്ടോ. മുട്ടയില്ലെങ്കിൽ ദോശയും ചമ്മന്തിയും മാത്രമായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പം വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം ആണ് നമുക്ക് എന്നതെങ്കിലും ഒരു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് നടത്തിയെടുക്കുന്നത്. അല്ലാതെ നമ്മുടെ കാര്യമൊന്നും പറഞ്ഞ് ആരും ചെയ്യാറില്ല അല്ലേ. ചുക്കുട്ടന് എന്നതാ ഇവിടെ പരിപാടി? ചിക്കൻ വറുത്തു, പരിപ്പറിക്കൊള്ളം ചെയ്തു, കുക്കറിലിരിക്കാം. പരിപ്പാണോ വെന്തിരിക്കാണോ? തേങ്ങ പരിപ്പറിക്കാണോ? ഇനി എന്നാ വേറെ കറി എന്നാ? ഇനി എന്തുവാ? പപ്പടം. പാവയ്ക്ക ഇരിപ്പില്ലേ? പാവയ്ക്ക അതിനകത്ത് മെഴുക്കോട്ടി വെക്കാം. പാവയ്ക്ക വേണോ? ആ പാവയ്ക്ക വേണം, പാവയ്ക്ക വേണം. ഞാൻ കൊടുത്തില്ല. ഞാൻ കണ്ണൻ്റെ ട്യൂഷൻ സെൻറ്റർ വരെ പോയതായിരുന്നു. അവിടെ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. അവിടെ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്നു. ഇനി ഒരു മെഴുക്കുവരട്ടിയോട് വെക്കണം. പരിപ്പ് കറി, ചെറുപയർ പരിപ്പ് കറി വെക്കാനായിട്ട് വെച്ചു. പിന്നെ എന്നായിരുന്നു, ചിക്കൻ വറുത്തു. ഇനി പപ്പടം കാച്ചണം. പിന്നെ മാങ്ങാച്ചാറും ഉണ്ട്. അപ്പം ഞാൻ വേഗം മെഴുക്കുവരട്ടിക്കുള്ളതെല്ലാം സെറ്റാക്കട്ടെ. ബാസറിന് വിശക്കും. ഇപ്പം അപ്പനും മോനും 1 മണിയാകുമ്പോൾ വിശക്കുന്നതെന്ന് പറയാൻ തുടങ്ങും. അപ്പം പെട്ടെന്ന് റെഡിയാക്കട്ടെ. പപ്പടം കാച്ച അതിന് മെഴുക്കുവരട്ടി വെക്കണം. ഇതിനകത്ത് നിനക്ക് ദേഷ്യം വരുന്നോ? എൻ്റെ അട്ടൂട്ടനാണ് പപ്പടം കച്ചുന്നത്. എണ്ണയും മുക്കടിവേ ആ സൈഡും കൂടെ. പപ്പടം കരിച്ചെടുക്കല്ലേ, തീ കുറച്ചിട്. എനിക്കറിയാം. ആ അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഒന്നും ചെയ്തില്ലെന്നേ ഉള്ളൂ. പെട്ടിക്കുപ്പായക്കാര നിന്നോട് ഞാനൊരു കിന്നാരപ്പൂട്ടി, കുയിലിന് തേടി കുതിച്ച് പായും അച്ചുക്കുട്ട. അട്ടൂട്ടൻ എന്നാണ് മോനെ വിളിപ്പിച്ചിരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. അതിനാണ് ഈ മോനെ വിളിപ്പിച്ചിരിക്കുന്നത്. തന്നില്ലെങ്കിൽ നീ ഞങ്ങളെ തല്ലുവോ? കണ്ണന്റെ ചൊല്ലി അച്ചുക്കുട്ടൻ ലടി പെണ്ണെ മോന്ത തെളിച്ചിരിക്കും. എനിക്ക് അടുക്കള മോന്ത വീർപ്പിച്ചിരിക്കുന്ന കണ്ടാണ്. ആ മോന്ത വീർപ്പിച്ചൊരിക്കലും നിൽക്കല്ലേ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. എന്നാലും ഉണ്ടാക്കുന്ന ആഹാരത്തിന് രുചി വരുള്ളൂ. ഞാൻ എങ്ങനെയാണ് ഇരുന്നിട്ടുള്ളത്? പറയടി ദുഷ്ടേ. നീ വരുമ്പോ ഞാൻ ചുമ്മാ സ്റ്റൈൽ വെക്കുന്നില്ലേ? മന്ദാരച്ചിപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ? ഓ പപ്പടോ പൊള്ളി വരുന്നു, പൊള്ളി. തേങ്ങ തിന്നു നോക്കട്ടെ, കൊള്ളാവോ?
ഇന്ന സാധനം അടി ഒഴിച്ച് തേങ്ങ എടുത്താൽ എന്നെ ഇങ്ങനെ എടുക്കണ്ട. വരുമ്പോ എനിക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ട് മേടിച്ചു തരണം. കടയെല്ലാം അടച്ചിട്ടേക്ക് പോയിരുന്നു. എല്ലാ കടക്കാരും വീട്ടിൽ പോയി ഞാൻ ചെന്നപ്പോൾ. സവോള ഇവിടെ സവോള എരിയട്ടേക്ക് മെഴുക്കുവരട്ടിക്ക്. എന്നത് വെച്ചാൽ നീ ചെയ്യുന്നേ? അച്ഛനിപ്പോ വന്നത് പ്ലഗ് ചോദിക്കുവേ. അച്ഛൻ്റെ അഹങ്കാരം നിർത്തി തരാം കേട്ടോ. പാവം ചെറുക്കൻ സ്കൂളിൽ ചെന്ന് സാറുമാർ ഇത്രയും പറഞ്ഞിട്ട് അവൻ്റെ തലയ്ക്ക് അതൊട്ട് കയറിയിട്ടില്ല. എന്നിട്ട് പിന്നെയും ടി വിയും കൊണ്ടിരിക്കുക. ഇനി ആ സാറിനെ വിളിക്കും, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, അജിമോൻ സാറിനോട് പറയും റിമോട്ട് അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റി വെക്കുന്ന ഒരു നിമിഷം പോലും ഇല്ലാന്ന് പറയും. അച്ചുക്കുട്ടാന്നായിരിക്കും വിളിച്ചത്. രണ്ടെണ്ണത്തിന് നാണമില്ലാത്ത രണ്ടെണ്ണങ്ങളാ, ഇത്രയും വളർന്ന്. പാവയ്ക്ക മെഴുക്കോട്ട് വെക്കാനായിട്ട് ഉപ്പും പാവയ്ക്കായും ഈ പച്ചമുളകും കൂടി അതിട്ടിടെ ഇട്ടേച്ച് ഇതൊന്ന് വാടിയതിന് ശേഷമേ സവോള ചേർക്കത്തുള്ളൂ. കണ്ടോ, അതിനടി കൊടുക്കുന്നില്ലേ? അവൻ വടി കൊണ്ടേ പാത്ത് വെച്ച്. സ്നേഹമില്ല മോനെ. ഞാൻ പറഞ്ഞല്ലോ ചോറുണ്ണാൻ പോവാ, ഒന്നും ചെയ്യണ്ടെന്ന് പറയാം. മെഴുക്കുവരട്ടി ഇപ്പൊ എടുക്കും. വിശക്കണോടാ, വിശക്കണം. നിന്റെ സ്കൂളിൽ വന്നാ താമസിച്ച്. സത്യം അവൻ ഇവിടെ കളിയാക്ക. അവന് ചെറുതാ കിട്ടിയ ഇവക്കിട്ട് വലുത് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഒന്നും പറയല്ലോ. കൊടുക്കാൻ തന്നെ വടി എവിടെ ഇരിപ്പുണ്ട്, എടുത്തു വടി എടുത്തെടുക്കണേ. അവന് ഞങ്ങൾ തമാശ. അവനൊരു വഴി. കണ്ണനെ വിളിക്കുന്ന അച്ഛൻ. കണ്ണോ, രണ്ടുപേർക്കും തന്നപ്പം കളിയാക്കി നമുക്ക് ചെറിയ ഇപ്പൊ സൂസുമായി. അച്ഛൻ്റെ കരച്ചിൽ പോയത് കണ്ടോ, മുഖം കാണിച്ച നമ്മളെ കണ്ടോ. ഇതൊക്കെ എന്നാ സാധനങ്ങളാണെന്നറിയാം. ചിരിക്കുന്നുണ്ട് ഇപ്പൊ അവള്. അവിടെ കരച്ചിലും പോയി സങ്കടവും പോയി. സന്തോഷമായിട്ട് ഭയങ്കര സന്തോഷം അല്ലേ. അയ്യോ എന്നാ സാധനങ്ങളാണോ ഇതൊക്കെ, ഭയങ്കര സന്തോഷം. ഉച്ചക്കത്തേക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി, പപ്പടം, പരിപ്പ് കറി, ചിക്കൻ വറുത്തത്, ചോറ്. ഉച്ചക്കത്തേക്ക് നേരം മാങ്ങാച്ചാറ്. കേട്ടോ. ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് കമൻ്റ് ഒക്കെ ഇട്ടത് ഇച്ചിരി താമസം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ പണിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സമയമായി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അങ്ങ് മടിയായിപ്പോയി. പിന്നെ ഞാൻ രാവിലെ ആയിട്ടെന്ന് വിചാരിച്ചു, രാവിലെ തിരക്കായി പോയി. അതുകൊണ്ടാണ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇട്ടത്. അപ്പോൾ അതിന് കമൻറ്റൊക്കെ റിപ്ലൈ ഇട്ടിരുന്നു. അപ്പം ഞാൻ കമൻറ്റൊക്കെ വായിച്ചായിരുന്നു കേട്ടോ, റിപ്ലൈ ഇടാൻ താമസിച്ചതേ ഉള്ളൂ. അപ്പോൾ ജയചേച്ചി കണ്ണനെ പറഞ്ഞായിരുന്നു, കണ്ണൻ സുന്ദരിയായിരിക്കുന്നു. കുഞ്ഞിലെ ഞാൻ ഇവനെ ഒരുക്കുമായിരുന്നു. രണ്ട് സൈഡിലും മുടിയൊക്കെ, ഒരു നല്ല മുടിയുണ്ടായിരുന്നു, നേർച്ച ഉണ്ടായിരുന്നു. തലമുട്ട ഇടിച്ചേക്കാന്നേ. അപ്പം അതുകൊണ്ട് മുടി രണ്ട് സൈഡിലൊക്കെ കെട്ടി വെച്ച് അച്ചുവിൻ്റെ പെറ്റിക്കോട്ടൊക്കെ ഇടിച്ച് ഇവൻ്റെ കണ്ണ് നല്ല വലിയ കണ്ണാണ്. കണ്ണൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ്. ചെറുക്കനേക്കാൾ സുന്ദരനായിട്ട് പെണ്ണായിട്ടാണ് അവർ ചേരുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ സുന്ദരി കുട്ടിയതെന്ന് പറയായിരുന്നു. അങ്ങനെ കണ്ണനെ ഒരുക്കുമായിരുന്നു. ജയചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഓർത്തു. പിന്നെ വിജി എന്നോട് ചോദിച്ചിരുന്നു ഡ്രസ്സൊക്കെ സൂക്ഷിച്ചേക്കണേ. ഡ്രസ്സ് കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ പഴയ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഇതായിട്ട് ഇരിപ്പില്ല എൻ്റെ കയ്യിൽ. കുറേയൊക്കെ ഇതൊക്കെ, പക്ഷേ ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വന്നപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ, ചുരിദാറൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതൊക്കെ കുറേ വർഷമായതാണ്. അത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുത്ത് പോലും അതേ വീഴാത്ത രീതിയിൽ പൊന്നുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ വണ്ണം കുറഞ്ഞിരുന്ന സമയത്ത് അതൊക്കെ ഇടുമായിരുന്നു. ഇപ്പം പിന്നെ പൊതുവേ ഡ്രസ്സൊന്നും നശിപ്പിക്കരുത്. എനിക്ക് ഡ്രസ്സിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഒരുപാട് ഡ്രസ്സ് വലിച്ചു വരും മേടിക്കത്തുമില്ല. ആവശ്യത്തിനുള്ളതും മേടിക്കും. അത് ഭയങ്കര വിലയുടെ ഒന്നും ഞാൻ മേടിക്കത്തില്ല കേട്ടോ.
ഇത് ഇട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഈ ചേട്ടനേ ഉള്ളൂ പിന്നെയും വില നോക്കാതെ സാധനം അങ്ങ് എടുക്കും. ഞാൻ അങ്ങനെയല്ല, ഞാൻ സാധനത്തിൻ്റെ വില നോക്കും. നമുക്ക് ഒത്തിരി വിലയാണെങ്കിൽ ഞാൻ എടുക്കാൻ പോകത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഡ്രസ്സിനോടൊന്നും വലിയ കമ്പമില്ലെന്നേ. ഡ്രസ്സിനോട് തന്നെയല്ല, ഇപ്പം നമ്മൾ തന്നെ ഒരാളിപ്പോൾ ഒരുങ്ങി നല്ല സ്റ്റൈലായിട്ട് പോകുമ്പോൾ അയ്യോ അതുപോലെ എനിക്ക് നടക്കണം അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കില്ലെന്നേ. എനിക്ക് സിമ്പിളായിട്ട് സാധാരണ ഞാൻ ഈ വീട്ടിൽ കൊടുക്കുന്ന പോലെയൊക്കെ നടക്കാൻ കൂടുതൽ ഇഷ്ടം. പിന്നെ സാധാരണ ഒരു പെണ്ണ് ഒരുങ്ങുന്ന പോലെയൊക്കെ ഒരുങ്ങണം, അല്ലാതെ വേറെ ഒരാൾ ചെയ്യുന്നുണ്ട് വില കൂടിയ ഡ്രസ്സ് കാണുമ്പോൾ അയ്യോ അതുപോലത്തെ എനിക്ക് മേടിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നോണ്ട് ജീവിക്കാം, അങ്ങനെയല്ലേ, അതുപോലെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സൊന്നും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ എൻ്റെ അമ്മയുടെ ഡ്രസ്സുണ്ട്, ഇവിടുത്തെ ചേട്ടൻ്റെ അമ്മയുടെ സാരി, എൻ്റെ അമ്മയുടെ സാരി, ചേട്ടൻ്റെ അമ്മയുടെ സാരി, അമ്മയൊക്കെ ഞങ്ങളൊക്കെ വിട്ട് പോയപ്പോഴത്തേക്ക് അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കങ്ങനെ സാരി ഒന്നും ഒരുപാട് വാങ്ങിച്ചിട്ടില്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ. ഒരുപാട് ഞാൻ പിന്നെ പൊതുവെ സാരി അങ്ങനെ ഉടുക്കുന്നുമില്ല. പിന്നെ സെറ്റൊക്കെയാണ് കൂടുതലും ഉടുക്കുകയൊക്കെ ചെയ്യുന്നത്. സെറ്റ് എനിക്കിഷ്ടമാണ്, സെറ്റ് എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സെറ്റും മുണ്ടും, സെറ്റ് സാരിയല്ല സെറ്റും മുണ്ടും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അല്ലാതെ വലിയ കളറായിട്ടുള്ള സാരിയോ ചുരിദാറോ അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഉള്ളത് സൂക്ഷിക്കാം, ഉള്ളത് കീറിപ്പോകാതെയും നല്ലതായിട്ട് കഴുക്കാകാതെയും സൂക്ഷിക്കാം. പുറത്തൊക്കെ പോയിട്ട് ഒന്ന് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വീട്ടിൽ കൂടെ നടക്കുന്ന സ്വഭാവത്തിൽ വരുമ്പോഴേ അത് ഊരി മാറ്റുക. അത് മടക്കി വെക്കുന്നതാണെങ്കിൽ മടക്കി വെക്കുക, അല്ലെങ്കിൽ കഴുകാനുണ്ടെങ്കിൽ കഴുകി എടുത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ചേട്ടനും അങ്ങനെ തന്നെയാണ്. ആരും ഒരു ഇടുന്ന കണ്ടിട്ട് അങ്ങനെ ഒരു ഇത് മേടിയിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ മക്കൾക്കും അങ്ങനെ ഒരു സ്വഭാവമില്ല. എന്തെങ്കിലും കണ്ടാൽ അത് വേണം, അല്ലെങ്കിൽ ഇനി ആളത് ഇട്ടു എനിക്ക് അത്രയും മേടിച്ചു തരണം, അങ്ങനെ ഒരു സ്വഭാവം അവർക്കും ഇല്ല കേട്ടോ. പിന്നെ എന്നതാ പിന്നെ പറയാനുള്ള എന്നാ, എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. ആരും മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. പിന്നെ ഇന്നലെ ഞാൻ ചെയ്ത പണിയുടെയൊക്കെ ചേച്ചി പറഞ്ഞത് ബാക്കിയോട് കാണുന്നത്. ഇന്ന് കുറച്ച് സിമെൻറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും കട്ടയല്ല, അത് പോകാതിരിക്കാൻ വേണ്ടി ഒരു തരത്തിൽ ഒപ്പിച്ച് വെച്ചതേ ഉള്ളൂ. ഇന്നിപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പം നാളെ ഇനിയിപ്പോൾ ഞാൻ അത് ഇച്ചിരി കൂടെ ഒന്ന് തേച്ചെല്ലാം ഒന്ന് റെഡിയാക്കി. ഇന്നിപ്പോൾ വെള്ളം ഒഴിച്ചൊക്കെ അത് ഇട്ടേക്കാണ്. ഇപ്പോൾ 2 പ്രാവശ്യം തന്നെ വെള്ളം ഒഴിച്ചു. എന്തെങ്കിലുള്ളൂ വെള്ളം ഒഴിക്കാൻ, വേറെ ആരും ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചു വേണം എനിക്കിപ്പോൾ ഇച്ചിരി നേരം ഇരുന്ന് എല്ലാവരുടെയും വീഡിയോസൊക്കെ ഒന്ന് കാണേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവരുടെയും വീഡിയോസൊക്കെ കാണാൻ തുടങ്ങുകയാണ്. അപ്പോൾ മറക്കണ്ട കേട്ടോ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് സിമെൻറ്റ് ഇരുന്നതും എടുത്ത് ഞാൻ ആ നടുക്കോശം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാക്കി കേട്ടോ. ആ ഒരു പരിവരിപ്പും ആ ഒരു തേച്ചത് ഒരു വൃത്തികേടായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി ബാക്കിയുള്ള ചെയ്യാനായിട്ട് സിമെൻറ്റ് തികയാതെ വന്നു കേട്ടോ. ഞാൻ ചേട്ടനോട് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത്രയും തികഞ്ഞാൽ മതി, ഇനി തേക്കേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാനടുത്ത് ഉള്ളതും കൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓണം പോലെ ആക്കാമല്ലോ എന്ന് വിചാരിച്ച് സിമെൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ കൂടെ സെറ്റാക്കും കേട്ടോ. എന്നാലും ഒരു വൃത്തി വരത്തുള്ളൂ. അപ്പോൾ ചെടി കിടന്നാൽ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ. ഇവിടെ മാത്രം നല്ല വൃത്തിക്കായിട്ട് ചെയ്യാൻ പറ്റി. അത് ഇന്ന് ഞാൻ അതിൻ്റെ ബാക്കിയും കൂടെ സിമെൻറ്റൊക്കെ തേച്ച് സെറ്റാക്കി. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.